മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സസ്യം മുറിവൊട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ആയുർവേദ പച്ചമരുന്നാണ്. മുറിവ് ഒട്ടി, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. മുറിവൊട്ടി എന്നൊക്കെ പറഞ്ഞ ഈ മരുന്ന് ഇപ്പം കൃഷിക്കാർക്ക് മാത്രമല്ല എല്ലാ വീടുകളിലും വച്ചു പിടിപ്പിക്കേണ്ട ഒരു പച്ചമരുന്നാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഒരു ചെറിയ മുറിവ് വല്ല ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ ഏതാനും ഇലകൾ പറിച്ചെടുത്ത് നല്ല ഭംഗിയായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് ചതച്ച് ആ മുറിവിൽ വെച്ച് കെട്ടുവാണെങ്കിൽ ആ മുറിവ് പൂർണ്ണമായിട്ടും കരിഞ്ഞു കിട്ടും. അത് മുറിവ് ഭേദമായി കിട്ടും. അപ്പം നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പച്ചമരുന്നിനെ പറ്റിയുള്ള അറിവ് വളരെ കുറഞ്ഞു വരുവാണ് നമ്മുടെ തലമുറയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് ഭയങ്കരമാണ്. കാരണം ഏതൊരു രോഗത്തിനും എന്തിനും വേണ്ടി നമ്മൾ ആശുപത്രികളെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് 2-3 ബുദ്ധിമുട്ട് നമുക്കുണ്ടാകും. ഒന്ന്, ആശുപത്രിയിൽ തിരക്ക് ക്രമാതീതമായി കൂടുന്നു. മറ്റൊന്ന്, മരുന്നുകൾ കഴിക്കുന്നത് രോഗം ഭേദമാകാൻ നല്ലതാണെങ്കിലും അടിക്കടി മരുന്നുകൾ കഴിക്കുന്നത് ശരീരത്തിന് വളരെ ദൂഷ്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു സത്യമാണ്. അതുപോലെ തന്നെ ആശുപത്രിയിലെത്തുന്ന പല വിധത്തിലുള്ള രോഗികളാണ്. അവരിൽ നിന്നും നമ്മളിലേക്ക് വിവിധ രോഗങ്ങൾ പകരാനുള്ള സാധ്യതകൾ ഏറുന്നു. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് പഴയ കാലങ്ങളിൽ നമ്മുടെ വീടുകളിലൊക്കെ ഇത്തരത്തിലുള്ള എല്ലാ പച്ചമരുന്നുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഈ പച്ചമരുന്നുകൾ കണ്ടെത്തുകയും കഴിയുന്ന തരത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഇത് വെച്ച് പിടിപ്പിക്കുകയൊക്കെ ചെയ്താൽ നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികൾക്കോ നമ്മുടെ ബന്ധുക്കൾക്കോ ഒക്കെ ഇത് ഉപകാരപ്പെടും എന്നത് തർക്കമില്ല. അതുപോലെ ആയുർവേദ പച്ചമരുന്നുകൾക്കൊന്നും തന്നെ പറയത്തക്ക പരിചരണം ആവശ്യമില്ല എന്നുള്ളൊരു സത്യം തന്നെ. പ്രകൃതി തന്നെ ഇവയ്ക്ക് വളരാനും ഒക്കെയുള്ള ഘടകങ്ങൾ കൊടുത്തിട്ടുണ്ട്. അല്പം വെള്ളം മാത്രം മതി. മറ്റ് യാതൊരു വിധത്തിലുള്ള കീടരോഗബാധകളോ ഒന്നും തന്നെ ഇവയ്ക്ക് ഉണ്ടാകത്തില്ല. പിന്നെ ഈ മുറിവുട്ടി എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ഇല വളരെ രസകരമായ നിറത്തോടു കൂടിയാണ്. നമുക്ക് കൗതുകകരമായ ഒരു രസമാണ് ഇത് നൽകുന്നത്. അപ്പം മരുന്നായിട്ടും ഒരു ചെടിയായിട്ടും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ ശരീരഭാഗങ്ങളിൽ എവിടെയെങ്കിലും മുറിവ് ഉണ്ടാവുകയാണെങ്കിൽ, കാലിലോ കയ്യിലോ എവിടെയെങ്കിലും മുറിവ് ഉണ്ടാവുമെങ്കിൽ ഇതേപോലെ കുറച്ച് ഇല പറിച്ചെടുക്കുക. ഈ ഇല നമ്മൾ നല്ല ഭംഗിയായിട്ട് ചതച്ചെടുക്കുക. ആ ചതച്ചെടുത്ത ഇല നമ്മൾ ആ മുറിവുള്ള ഭാഗത്ത് വെച്ച് കെട്ടുക. തീർച്ചയായിട്ടും ഏതാനും ദിവസങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മുറിവ് പൂർണ്ണമായിട്ടും കുറഞ്ഞു കിട്ടും. നമുക്ക് ഒരാശുപത്രിയിലും പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ഞാൻ ചട്ടിയിൽ വളർത്തിയിരുന്ന ഒരു മുറിവുട്ടിയാണ്. അപ്പോൾ ഇത് ഞാൻ ചട്ടിയിൽ നിന്ന് മാറ്റി ഇപ്പം മണ്ണിൽ നടാൻ പോവുകയാണ്. അപ്പോൾ ഇത് മണ്ണിൽ നമ്മൾ നട്ടു കൊടുത്താൽ മതി. അതുപോലെ തന്നെ അല്പം വെള്ളം ഉണക്കുള്ള സമയങ്ങളിൽ ഒഴിച്ചു കൊടുത്താൽ മതി. യാതൊരു തരത്തിലുള്ള പരിചരണമോ മറ്റാവശ്യമില്ല. അതുപോലെ തന്നെ നമുക്കിതിന് ഇത് വളരുന്നുണ്ടെ റൗണ്ടായിട്ട് വട്ടത്തിൽ വൃത്താകൃതിയിൽ നമുക്ക് വെട്ടിയെടുത്ത് നല്ല ഒരു രസകരമായ ഒരു ചെടിയായിട്ട് വളർത്തിയെടുക്കുകയും ചെയ്യാം. അപ്പം ഞാനിത് മണ്ണിൽ വെക്കുന്ന വിധമാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് മണ്ണ് ഇട്ടിട്ടുണ്ട്. ഇവിടെ വെള്ളം ഒഴിക്കാൻ സൗകര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ മണ്ണിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റ് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവയുടെയൊക്കെ കൂടാവുന്ന ഇത് കാണാൻ വളരെ രസകരമായിരിക്കും. അപ്പോൾ ഈ മണ്ണിൻ്റെ ഈ നടുഭാഗത്ത് ഞാൻ അല്പം കുഴിച്ചു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതെടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി വയ്ക്കുകയാണ്. ഇങ്ങനെ ഇറക്കി വെച്ച് ഈ മണ്ണ് കിട്ടും. ഇനിയും ഇത് നല്ല ഭംഗിയായിട്ട് വളരും. ഒരാഴ്ച കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് വളരും. ഇതിന് വെളുത്ത ഒരു പൂക്കളും ഒക്കെ ഉണ്ട്. ഭംഗിയായിട്ട് വളരുന്നുണ്ടെങ്കിൽ ഇത് വൃത്തത്തിൽ ഇത് നമുക്ക് മുറിച്ചെടുത്ത് നല്ല രസകരമായ ഒരു ചെടിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇത്തരത്തിലുള്ള ആയുർവേദ പച്ചമരുന്നുകൾ നമുക്ക് ഒരു മുതൽ മുടക്കും ഇല്ലാതെ നട്ടു വളർത്താൻ കഴിയുന്ന ഈ പച്ചമരുന്നുകൾ കണ്ടെത്തുകയും അല്ലെങ്കിൽ തേടി നടന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് കഴിയുന്നത്ര രീതിയിൽ നമ്മുടെ മുറ്റത്തോ നമുക്ക് പറ്റുന്ന ഒരു തലത്തിൽ അത് വളർത്തിയെടുക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉപകാരപ്രദമാണ്. നമുക്ക് മാത്രമല്ല, നമ്മളോടൊപ്പം സഹകരിക്കുന്നവർക്കും ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആശുപത്രി ചിലവ് കുറയ്ക്കാനും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും സമയലാഭം ഉണ്ടാക്കിയെടുക്കാനും സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്രദമാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും ആയുർവേദ പച്ചമരുന്നുകളെ പറ്റിയും അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന പണച്ചിലവില്ലാത്ത കൃഷികളെ പറ്റിയൊക്കെയാണ് കൂടുതലായിട്ടും നമ്മുടെ വീഡിയോകളിൽ കാണുന്നത്. അപ്പം ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ സമാന ചിന്താഗതിയുള്ളവരിലേക്ക് ഇത് എത്തിക്കാൻ താല്പര്യമെങ്കിൽ
ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ പ്രിയമിത്രങ്ങൾക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുന്നു. പൂർണ്ണമായ പിന്തുണ നൽകുന്ന എല്ലാവർക്കും ഞാൻ വീണ്ടും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.